ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇതേ കണക്ക് ഇത്രയും നാളില്ലാതെ പെട്ടെന്ന് എന്താണ് വീണയുണ്ട് ഇതേ കണക്ക് ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ ഓഡിയൊക്കെ വെളിയിടുന്നത്, രേണുസുതിയെ പറ്റി കുറ്റം പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു അവരെ പറ്റി ഒരുപാട് ഇതേ കണക്ക് രേണുസുതി കുറ്റം പറയുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് കുറേ പേരുണ്ട് ഇവരുടെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണയുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് താൻ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വെളിയിൽ പറയുന്നതെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. തന്നെ പറ്റി ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഇതേ കണക്ക് രേണുസുതി ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. താനുണ്ടെങ്കിൽ കൊല്ലം സുധിയെ കളഞ്ഞിട്ട് പോയതാണ്, അതോടെ തന്നെ തൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ഇതേ കണക്ക് കൊല്ലം സുധി മദ്യപിച്ചൊക്കെ തുടങ്ങി എന്നുള്ള ഓരോരോ രീതിയിലുള്ള കാര്യങ്ങൾ ഇതേ കണക്ക് രേണു ഇൻ്റർവ്യൂവിലൊക്കെ വന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റിയൊക്കെ നേടാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അത് തൻ്റെ ജീവിതത്തെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ തുടങ്ങിയൊരു അതുകൊണ്ടാണ് തൻ്റെ ഭാഗത്ത് സത്യം എന്തെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ഇതിനകത്തുള്ള ഇൻ്റർവ്യൂസും അതോ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നാണ് വീണ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഇത് കണക്കുണ്ടെങ്കിൽ രേണുസുതി ഒരുപാട് ഇൻ്റർവ്യൂസിൽ വന്ന് ഇത് കണക്ക് വീണയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത് കണക്ക് വീണയുണ്ടെങ്കിൽ സുധിച്ചേട്ടന് മെസ്സേജ് അയക്കാറുണ്ടെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതേ കണക്ക് രേണു പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സത്യമല്ലെന്നുള്ള കാര്യം ഇതിലൂടെ ഉണ്ടെങ്കിൽ വീണ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.